കേരളത്തിന്റെ ഒരേ ഒരു ക്യാപ്റ്റൻ, ഒരേ ഒരു ചിത്രം, ഒരേ ഒരു പടം, ഒരേ ഒരു നായകൻ, മറ്റാര് എന്ന് ചോദിച്ച് അമ്പെ അടപടലം പൊട്ടി തകർന്ന് താഴെ വീണ് 25 ദിവസമായിട്ടും ആ മനുഷ്യൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നിട്ടില്ല, ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ, ഒരു പ്രസ്താവന അല്ലാതെ ഒരു പരാമർശമില്ല. കേരളത്തിലെ കവലയായ കവലയിൽ മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയും കമാനങ്ങളും ഹോർഡിങ്ങുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാപ്റ്റനായിരുന്നു പിണറായി വിജയൻ. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന കാര്യം പിണറായി വിജയൻ അറിഞ്ഞു എന്ന് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ 25 ദിവസമായിട്ട് ശ്രീ പിണറായി വിജയൻ ഇരുന്ന് തന്നിട്ടുണ്ടോ? ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടോ? അല്ല, സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി മാറി. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. ഇന്ന് കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തി. ഇതിനിടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കേണ്ട വിഷയത്തിൽ പ്രതികരിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഇന്നയാൾ പ്രതികരിക്കണം എന്ന് നിങ്ങൾ നിശ്ചയിച്ചു. അരുൺകുമാർ, ദയവായി അങ്ങ് ഇങ്ങനെ ആവരുത്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങ് നല്ലൊരു ഡിബേറ്ററാണ്. അങ്ങ് ദയവായി ഇങ്ങനെ ആവരുത്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ ഒരേ ഒരു ക്യാപ്റ്റൻ, ഒരേ ഒരു ചിത്രം, ഒരേ ഒരു പടം, ഒരേ ഒരു നായകൻ, മറ്റാര് എന്ന് ചോദിച്ച് അമ്പെ അടപടലം പൊട്ടി തകർന്ന് താഴെ വീണ് 25 ദിവസമായിട്ടും ആ മനുഷ്യൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നിട്ടില്ല, ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ, ഒരു പ്രസ്താവന അല്ലാതെ ഒരു പരാമർശമില്ല. ഒരു പരാമർശം, ഞങ്ങൾക്കൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടാണ് വന്നത്, മുൻ മുഖ്യമന്ത്രിയായിട്ടോ പിണറായി വിജയനായിട്ടോ അല്ല സാർ. അതുകൊണ്ട് അതൊന്നും പറയല്ലേ. ഇതുകൂടെ ഉത്തരം പറയൂ. താങ്കൾ ഈ പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി കണ്ടു എന്ന് പറഞ്ഞല്ലോ.